ഇപ്പൊ പടം ഭയങ്കര ഹിറ്റായി. അപ്പൊ കോ പ്രൊഡ്യൂസറുടെ ഷെയർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല തട്ടിക്കില്ല. കഴിഞ്ഞ ആൾക്കാരാണ് ഇനി കാണുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ടെൻഷനില്ല. കഥ എഴുതിയപ്പോൾ എത്ര മനസ്സിലുണ്ടായിരുന്നതിനേക്കാൾ എത്രത്തോളമാണ് സ്ക്രീനിൽ വന്നപ്പോൾ മാറിയത്? അല്ല, ഉറപ്പായിട്ടും നമ്മൾ ഇതിന്റെ ഐഡിയ പറഞ്ഞില്ല. ഐഡിയയുടെ സമയം തൊട്ടിട്ട് ആക്ച്വലി എല്ലാവരും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു നമ്മൾ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണെങ്കിലും അതിന്റെ എക്സിക്യൂഷനിലൊക്കെ ആണെങ്കിലും എല്ലാവരും കൂടെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ട് അത് വരുന്നതുകൊണ്ട് അത് ആക്ച്വലി അത് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു ഇൻപുട്ട് പറഞ്ഞ ശരി ഡയലോഗ് ഇംപ്രവൈസേഷൻ ആണെങ്കിൽ ഈ സീനിനെ പിടിക്കുക, അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് എല്ലാവരും ഈ പറഞ്ഞു കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ചെയ്തതായതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയായി സിനിമ ഷൂട്ട് ചെയ്തതും അല്ലെങ്കിൽ അതിന്റെ ഇറക്കുന്ന സമയത്ത് കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പണി ചെയ്യാൻ അതല്ലാതെ വേറെ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് അല്ലാതെ ഒരു പ്രശ്നങ്ങളോ ഒരു തടസ്സങ്ങളോ ഇല്ലാതെ നമ്മൾ വളരെ സ്മൂത്തായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ആ സന്തോഷം തിയേറ്ററിൽ ആൾക്കാർക്ക് കിട്ടി. അത് അതിന് റെസ്പോൺസ് എടുത്തതിന് ഒരുപാട് സന്തോഷമാണ്. നന്നായി തന്നെയാണ് വിചാരിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഫൈറ്റ് എന്ന് പറയാൻ മാത്രമായിരുന്നില്ല അതിനകത്ത്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. എനിക്കതല്ലാതെ പോയിട്ടുള്ളൂ. അല്ല മറ്റേ അവര് എന്നെ എന്താ പറയാ റീഡിയുമായി രക്ഷപ്പെട്ടു പോയി. പിന്നീട് എന്നെ വട്ടോട്ട് പിടിക്കുന്നതാണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് പരിചയമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും നേരത്തെ കൊള്ളാതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു വിനോദ മര്യാദയാണ്. ആ മര്യാദ രണ്ടുപേരും പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചില ഷോട്ടുകളുടെ ആംഗിളും അതിന്റെ ലെൻസിംഗും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇരിച്ചാലെ തിരികൊണ്ടൊക്കെ തോന്നുന്നു. അതാണെങ്കിൽ നമ്മളൊരു 100% തോന്നിപ്പിക്കാനായിട്ട് ചിലപ്പോൾ 25% പിടിക്കേണ്ടി വരും. അതാണെങ്കിൽ നേരത്തെ പറഞ്ഞത് സർപ്രൈസ് ഒന്നുമില്ല, പറഞ്ഞിട്ട് ഇരിക്കുള്ളൂ. ഇതിനകത്ത് അങ്ങനെ സൈക്കിളുകളൊന്നും പറ്റുന്ന പോലെ അങ്ങനത്തെ ഫൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ കാണുന്ന സമയത്ത് ഒരു ആക്ടറെ കാണുന്ന ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യുക, അത് ഇന്ന ആക്ടർ ഉണ്ട്, അത് സോഷ്യൽ മീഡിയയിൽ അറിയിക്കുക. ഈ സിനിമ ഇറങ്ങി രണ്ടാമത്തെ ദിവസം ഉണ്ടായ ഇഷ്യൂ ആയിരുന്നു. ഈ സിനിമയിൽ ക്യാമറ ഉണ്ട്, ഇന്ന ആളാണ്, ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ സീരീസാന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പോൾ സിനിമയെ ബാധിച്ചിട്ടുണ്ട്. കഥ മുഴുവൻ ഇത് വയ്ക്കുന്നത് ശരിക്കും പറയാത്തൊരു വല്ലതൊരു ആൾക്കാരുടെ ആവശ്യത്തിന്റെ പുറത്തൊക്കെ അത് ചെയ്യുന്നതായിരിക്കും. മനഃപൂർവ്വം മനസ്സിലൊരിക്കലും ദോഷം ഉണ്ടാവട്ടെന്ന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ആവണമെന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കഷൻസ് വരുന്ന സമയത്ത് ആൾക്കാർ കുറച്ചുകൂടെ അവെയർ ആവുന്നതായിരിക്കും. അവര് അത് ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ളവരുടെ പലരുടെ ആസ്വാദനത്തിന് അവര് എന്താ പറയുക ഹരിക്കുകയാണ് എന്ന് അറിയാത്തതുകൊണ്ടായിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ചോദിച്ചുകൊണ്ട് പറയുമ്പോൾ അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കും ആ സിനിമ കാണാനായിട്ട് ഇരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വരുന്നത് എല്ലാവർക്കും കാണാൻ പറ്റിയെന്നല്ലോ. ദിവസങ്ങളിൽ കാണാതിരിക്കുന്നവർക്കും ഇവർക്ക് കിട്ടിയ നമ്മൾ കാണുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ആ ഇൻട്രസ്റ്റിങ്ങും അതേ ആ ഒരു ഫീല് തന്നെ മറ്റുള്ളവർക്കും കൂടെ കിട്ടേണ്ടതാണ്. എല്ലാവർക്കും അങ്ങനെ കാണാനൊരു അവകാശമുണ്ട് എന്നുള്ളതനുസരിച്ച് കഴിവതും ഇങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊരു മാന്യതയായി. ചെയ്യുമായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ക്യാരക്ടർ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എൻ്റെ അടുത്ത് ആദ്യം ഇത് പറയുന്നത് ബേസിലാണ്. ബേസിൽ പറഞ്ഞതുകൊണ്ടാണോ ബേസിൽ പറഞ്ഞത് മാത്രമാണോന്നില്ല. പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടർ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ ശ്രമിക്കാനുള്ള ഒരു സാധ്യത അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ഞാനിത് കമ്മിറ്റ് ചെയ്തത്. പിന്നെ ബേസിൽ ഓപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. രണ്ടുപേർക്കും ദോഷം വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. ഫേസിനോട് എനിക്ക് അതിനുള്ള വിശ്വാസം പോലെ തന്നെ ഇവരോടുണ്ട്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയണതാണ്, അരുവിനെ അറിയണതാണ്. മോത്സരാണെങ്കിൽ ഞാൻ ഫേസിന് വഴി തന്നെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. ഇവര് തമ്മിലുള്ളതുകൊണ്ട് ഫുൾ കഥ റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫേസിൽ പറഞ്ഞ അതേ എക്സൈറ്റ്മെന്റ് തന്നെ ഇവർ പറഞ്ഞപ്പോഴും തോന്നി. ഫേസിൽ എന്നിട്ട് ആദ്യം ഒരു 3 വരിയിൽ എൻ്റെ അടുത്ത് ഐഡിയ പറഞ്ഞു. ഇവര് ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞപ്പോഴും എനിക്ക് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ചെയ്തത്. Okay, thank you so much everyone. So